എല്ലാവർക്കും മോളിവുഡിന്റെ സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ അതിരടി തിയേറ്ററിൽ ഒരു ആവേശമായി മാറിയിരിക്കുകയാണ്. 2026 മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ക്യാമ്പസ് ആക്ഷൻ എന്റർടൈനർ. ഇതോടെ ബോക്സ് ഓഫീസിൽ ഒരു തകർപ്പൻ തുടക്കം കൂടി കുറിച്ചിരിക്കുകയാണ് ഈ സിനിമ. 2026 മെയ് 14 റിലീസ് ചെയ്ത ഈ മൂവിയുടെ ബഡ്ജറ്റ് 15 കോടിയാണ്. പെയ്ഡ് പ്രിവ്യൂസിൽ നിന്നും 52 ലക്ഷവും ഫസ്റ്റ് ഡേ 5.55 കോടിയും സെക്കൻഡ് ഡേ 4.25 കോടിയുമാണ് സിനിമ ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ 3 ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമായി ഏകദേശം 21.97 കോടി രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളകളിൽ ടോവിനോയും ബേസിലും തമ്മിലുള്ള സൗഹൃദം ഏറെ ചർച്ചയായിരുന്നു. ഈ കെമിസ്ട്രി തിയേറ്ററുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോളേജ് ഫെസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ ബേസിലിന്റെ സാംകുട്ടിയും ടോവിനോയുടെ ശ്രീകുട്ടൻ വെള്ളായണിയും തമ്മിലുള്ള പോരാട്ടമാണ് പ്രമേയം. വിനീത് ശ്രീനിവാസൻ, വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. നവാഗതനായ പോൾ ജോർജിന്റെ സംവിധാനത്തിൽ ആന്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ ചിത്രമാണല്ലോ കാട്ടാളൻ. ഈ സിനിമയുടെ പുതിയ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആയുധക്കൂമ്പാരങ്ങൾക്കും ആനക്കൊമ്പുകൾക്കുമിടയിൽ സിനിമയിലെ താരങ്ങളെ അണിനിരത്തിയാണ് പുതിയ പോസ്റ്റർ. പ്രേക്ഷകർ ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഉൾപ്പെടുന്ന IMDb മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ലിസ്റ്റിൽ കറുപ്പ്, ടോക്സിക് എന്നീ ചിത്രങ്ങൾ കഴിഞ്ഞാൽ 5ാം സ്ഥാനത്താണ് കാട്ടാളൻ. ബിഗ് ബഡ്ജറ്റിലൊരുങ്ങുന്ന ഈ സിനിമയിൽ പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ് ഇവരെ കൂടാതെ ജഗദീഷ്, സിദ്ദിഖ്, ആൻസൺ പോൾ, രാജ്തിരൺ ദാസു, ഷോൺ ജോയ് തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ ബഡ്ജറ്റ് 50 കോടിയാണ്. മെയ് 28 വലിയ പെരുന്നാൾ റിലീസായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും.